ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഉത്രാടം ദിനാശംസകൾ നേരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വീടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ ഇനി പൂവിടാനായിട്ട് പോവുകയാണ്. ഉത്രാടമായതുകൊണ്ട് തന്നെ നമ്മളിന്ന് കുറച്ച് ഗ്രാൻഡ് പൂക്കളാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ ഒരു അടിപൊളി ഡിസൈന് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പം ഞാനും അച്ഛനും അനിയനും കൂടെ കൂടിയിട്ടാണ് പൂവിട്ടത് കേട്ടോ. അങ്ങനെ സെൻറ്റർ പോർഷനിൽ യെല്ലോയും ഓറഞ്ചും കളറ് ചെണ്ടുമല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് ഒരു പൂവ് കൂടി വെച്ചിട്ടുണ്ട്. ശേഷം വൈറ്റ് ഡാലിയ ഫില്ല് ചെയ്ത് വിട്ടു. അതിന് മേളിലായിട്ട് ചെണ്ടുമല്ലി വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഇട്ടത് നമ്മുടെ പച്ച ഇല അരിഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ പൂക്കൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ പാലൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് വടുകപ്പുളി നാരങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പാൻ എടുത്ത് അതിലേക്കൊന്ന് കടുക് പൊട്ടിച്ച ശേഷം കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വടുകപ്പുളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായത്ര വെള്ളവും അതുപോലെ തന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അച്ചാർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇഞ്ചിപ്പുളിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ചെറിയ കഷ്ണമായിട്ട് ഇഞ്ചി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വാളംപുളിയും കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് അത്ര ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര പാനി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതൊന്ന് നല്ലതായി തിളച്ച് വറ്റി വരണം. ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് വറ്റൽ മുളകും കടുകും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ചാറും ഇഞ്ചിപ്പുളിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. ഇനി ഇതിലേക്കുള്ള ചമ്മന്തി കൂടി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാൻ ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് മുളക് പൊടി ഉപ്പും കൂടി എടുത്ത് നല്ലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. അടുത്തതായിട്ട് അവിയലാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കഷ്ണങ്ങൾ അരിഞ്ഞതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈരും അതുപോലെ തന്നെ തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അവിയൽ ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചു. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി ആയിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ അടിച്ച ശേഷം അടുത്ത പണിയിലേക്ക് കടന്നു കേട്ടോ. ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും അടുക്കളയിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്തത് പച്ചടി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അതിനായിട്ട് വെള്ളരിക്ക വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തോരൻ എന്തുണ്ടാക്കണം എന്നിങ്ങനെ വിചാരിച്ചു. കാരണം പയറും ക്യാബേജും ബീട്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ക്യാബേജ് തന്നെ ഉണ്ടാക്കാന്നുള്ളൊരിതിലെത്തി കേട്ടോ. അപ്പോൾ ക്യാബേജ് അരിഞ്ഞത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇനി വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മോരും കൂടി ചേർത്ത് കൊടുത്ത് പച്ചടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മാമൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവർ കുറച്ച് ഷർട്ടും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഞാനൊരു ജീൻസിൻ്റെ ടോപ്പാണ് എടുത്തത്. പിന്നെ സച്ചുവിനും ഡ്രസ്സാണ് എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗൊക്കെ കഴിഞ്ഞു. അങ്ങനെ 1 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. അടിപൊളിയായിട്ട് ഫുഡും കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാനില്ലാത്തത് കൊണ്ട് തന്നെ പായസത്തിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അമ്മയും മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് എടുക്കലും കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പായസം കുടിച്ച് സുഖമായിട്ടൊന്ന് ഉറങ്ങി. പിന്നെ അമ്മ നാളേക്ക് വേണ്ടിയിട്ടുള്ള ചേന പറമ്പിൽ നിന്ന് പറിക്കുകയാണ്. അപ്പം അതും പറിച്ചെടുത്തിട്ടുണ്ട്. ശേഷം വൈകുന്നേരം ഞങ്ങൾ സേവ കഴിച്ചു കേട്ടോ. സേവയ്ക്ക് സാമ്പാറും മസാലക്കറി ഉണ്ടായിരുന്നു. അങ്ങനെ നാളേക്ക് വേണ്ടിയിട്ടുള്ള പൂക്കൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്കിത് കളയാനേ തോന്നുന്നില്ല കേട്ടോ. അത്ര ഭംഗിയായിട്ട് തോന്നി. ഞങ്ങൾ വിചാരിച്ചതിലപ്പുറം ഭംഗിയായി വന്നു കേട്ടോ പൂക്കളം. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും